ഉണ്ടാകും. 2020 അവസാനത്തോടെ സജീവമായ ഭവന വിപണികൾ 2021 ശക്തമായ തുടക്കം കുറിക്കുന്നതായി ഓസ്ട്രേലിയൻ പ്രോപ്പർട്ടി മാർക്കറ്റ് വിദഗ്ധർ വിലയിരുത്തി. കോർലോജിക്കിന്റെ ദേശീയ ഭവന മൂല്യ സൂചിക ഡിസംബറിൽ 1% കൂടി ഉയർന്നതോടെ 2020 അവസാനിക്കുമ്പോൾ ഓസ്ട്രേലിയയുടെ ഭവന വിപണി ശക്തമായ ഒരു നിലയിലെത്തി. ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ തുടർച്ചയായ 3-ാം മാസത്തെ വർധനവ് രേഖപ്പെടുത്തിയതിനു ശേഷം വാസയോഗ്യമായ വീടുകൾക്ക് 2.1% ഇടിവുണ്ടായി. ഓസ്ട്രേലിയൻ വീടുകളുടെ വില 3% ഉയർന്നു. പ്രാദേശിക തലത്തിൽ വീടുകളുടെ വില 6.9% ഉയർന്നു. മൂലധന നേട്ടത്തിന്റെ നിരക്ക് സംയോജിത സംസ്ഥാനങ്ങളെക്കാൾ 3 ഇരട്ടി കൂടുതലാണ്. ഇവിടെ ഭവന മൂല്യങ്ങൾ വർഷത്തിൽ 2% ഉയർന്നു. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പലരും വീടുകളുടെ വില 2020 ഇടിയുമെന്നുള്ള മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. ഓസ്ട്രേലിയയിൽ കോവിഡിന്റെ ഭീഷണിയുള്ളതിനാൽ വീടുകളുടെ വിലയിൽ 30% വരെ ഇടിവ് പ്രതീക്ഷിക്കാമെന്നായിരുന്നു നിഗമനം. 2020 സിഡ്നിയിലെ വീടുകളുടെ വില 4% ഉയർന്നുവെന്നാണ് കോർലോജിക് റിപ്പോർട്ട്. ഉൾനാടൻ ന്യൂ സൗത്ത് വെയിൽസിൽ കഴിഞ്ഞ വർഷം ഡിസംബർ മാസം വരെയുള്ള കണക്കുകളിൽ 8.8% വർധനവാണ് രേഖപ്പെടുത്തിയത്. മെൽബണിൽ ഈ കാലയളവിൽ 2% ഇടിവുണ്ടായെങ്കിലും ഉൾനാടൻ വിക്ടോറിയയിൽ 5.5% വില കൂടി. പെർത്തിൽ 2019 അപേക്ഷിച്ച് 2020 വീടുകളുടെ വിൽപ്പന 42.5% കൂടിയതായി റിയൽ എസ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വെസ്റ്റേൺ ഓസ്ട്രേലിയ ചൂണ്ടിക്കാട്ടി. ഡാർവിൻ, ക്യാൻബറ, ഹോബാർട്ട് എന്നീ നഗരങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വില വർധനവുണ്ടായത്. ഡാർവിനിൽ 11.9%, ക്യാൻബറയിൽ 8.5%, ഹോബാർട്ടിൽ 7.7% വർധനവുണ്ടായെന്നാണ് കോർലോജിക് റിപ്പോർട്ട്. ബ്രിസ്ബെയിനിലും വീടുകളുടെ വില കൂടിയതായാണ് കണക്കുകൾ. ഡിസംബറിൽ 1.1% വർധനവാണ് രേഖപ്പെടുത്തിയത്. ബാങ്കിംഗ് പലിശ നിരക്ക് റെക്കോർഡ് തലത്തിൽ കുറഞ്ഞതും കോവിഡിനെ പ്രതിരോധിക്കാൻ സർക്കാർ നടപ്പിലാക്കിയ ജോബ് കീപ്പർ പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളും വീടുകളുടെ വില കൂടുവാൻ കാരണമായെന്നാണ് വിലയിരുത്തൽ.